അപ്പോൾ ആ ആ ഇപ്പോൾ ജാമ്യം കിട്ടിയിരിക്കുകയാണ്. പ്രവർത്തകരെല്ലാം അതീവ ആവേശത്തിലാണ്. നമുക്ക് അവിടുന്ന് പ്രവർത്തകരുടെ ശബ്ദവും കാര്യങ്ങളൊക്കെ കാണാം. പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നതേ ഉള്ളൂ. എന്നുവെച്ചാൽ അത് ഏറ്റവും അവസാന ഘട്ടത്തിലാണ്. അപ്പോൾ അതൊക്കെ തെരഞ്ഞെടുപ്പിന് കൂടുതൽ പ്രചാരണത്തിന് കൂടുതൽ സമയം ലഭിക്കുന്നത് എത്രത്തോളം ഗുണം ചെയ്യും? തീർച്ചയായും ഗുണം ചെയ്യും. കാര്യം നമുക്കറിയാമല്ലോ, ഇപ്പം ഇത്രയും കാലം നമ്മൾ ജയിലിലിട്ടപ്പം ഇതിനകത്ത് എന്തെങ്കിലും കാര്യം ഉണ്ടാകും എന്ന് വിശ്വസിച്ചിരുന്ന കുറേ ആളുകളുണ്ട്. അപ്പം അവരൊക്കെ ഇപ്പം സത്യം തിരിച്ചറിയാൻ വേണ്ടി പോവാണ്. അജു എന്നാണ്. അങ്ങനെ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചു. ഇടക്കാല ജാമ്യം ജൂൺ 1 വരെ. അദ്ദേഹത്തിൻ്റെ വക്കീൽ വാദിച്ചത് വോട്ടെണ്ണൽ ദിവസം വരെ എന്ന് വാദിച്ചു. പക്ഷെ കിട്ടിയില്ല. ഇത് BJP തിരിച്ചടിയാണ്. കാരണം നമുക്കറിയാം BJPയുടെ രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയൊരു പ്രതിയോഗിയാണ് അരവിന്ദ് കെജ്രിവാൾ. ഒരു സംസ്ഥാനത്ത്, പ്രത്യേകിച്ചും നമ്മുടെ ഡൽഹി എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ലോക്സഭയും രാജ്യസഭയൊക്കെ ഉണ്ട്. ഡൽഹിയിലെ മൂക്കിൻ്റെ, അതായത് നരേന്ദ്രമോദിയുടെ മൂക്കിൻ്റെ കീഴിലുള്ള അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടി കൊണ്ട് ഇത്രയും തിളങ്ങിയിട്ട് പഞ്ചാബിലും പല സംസ്ഥാനങ്ങളിലും കയറി വളർന്നതിൻ്റെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് BJPക്കുണ്ടായത്. നരേന്ദ്രമോദിക്ക് ആ വൈരാഗ്യത്തിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ കെജ്രിവാളിനെ പിടിച്ചകത്തിട്ടത്. കാരണം കെജ്രിവാളിന് 100 കോടി അങ്ങോട്ടൊക്കെയുള്ള അഴിമതിയുടെ പേര് പറയുന്ന 8,600 കോടിയുടെ 8,600 സംതിങ്ങിൻ്റെ ആൾക്കാരാണ് BJPയൊക്കെ. അപ്പോൾ അവരൊക്കെ എന്ന് പറയുന്നത് അത് ബോണ്ടിൻ്റെ ഏർപ്പാട്. കെജ്രിവാൾ ഇതിൽ പെട്ടോ ഇല്ലയെന്ന് പോലും അറിയാൻ വയ്യ. ഒരാൾ പറഞ്ഞതിന് പ്രകാരം, അല്ലെങ്കിൽ 2 പേര് പറഞ്ഞതിന് പ്രകാരം അതിൽ കെജ്രിവാളിന് ജാമ്യം പോലും അനുവദിക്കാതെ ഇട്ടേക്കുന്നത്. പിന്നെ EDയുടെ ഇത്രയും വേഗത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം സാധാരണക്കാരന്. അത് ശരിക്കും പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ തലക്കടിക്കുന്നതിന് തുല്യമാണ് ഈ ജാമ്യം. സുപ്രീം കോടതിയാണ് കൊടുത്തത് ഇടക്കാല ജാമ്യം. നല്ല കാര്യം. സുപ്രീം കോടതി ഇന്ത്യയിൽ ഇപ്പോഴും വർക്കൗട്ട് ആവുന്നുണ്ട് എന്നൊരു നല്ല കാര്യം ജനിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഭീതി ഉണ്ടെന്ന് ഞാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, സുപ്രീം കോടതിയിലെ ജഡ്ജ്മെൻറ്റ് പലതും ചിലപ്പോഴൊക്കെ അപാകതയുള്ളതുപോലെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ബാബറി പള്ളിയിലെ പൊളിപ്പും കാര്യങ്ങളും, പിന്നെ ക്ഷേത്ര നിർമ്മാണം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ, അതൊക്കെ തന്നെ നമുക്ക് അതിൻ്റെ ജഡ്ജി പിന്നെ BJPയിലോട്ട് MP ആയതുമൊക്കെ പുതിയ കഥകളാണ്. അപ്പോൾ അത് അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും നരേന്ദ്രമോദിയുടെ ഈ വർഗീയത പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും ഒന്നും മിണ്ടാത്ത ഒരവസ്ഥ. വേറെ സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു നേതാവ് എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുക്കുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥയൊക്കെ കണ്ടപ്പോൾ ഇവിടെ ജനാധിപത്യം മാറി ഏകാധിപത്യം ആയെന്നുള്ള സംശയമുള്ള ഒരു സമയത്താണ് സുപ്രീം കോടതി ഒരു വിധിയെങ്കിലും ഇങ്ങനെ പുറപ്പെടുവിപ്പിച്ചത്. വളരെ സന്തോഷം തോന്നുന്നു. ഇനിയാണ് BJPക്ക് തിരിച്ചടി കിട്ടുന്നത്. എടുത്തു പറയാം, ഉറപ്പാണ്. ഡൽഹിയിൽ ഈ പ്രവർത്തകരെ ഒരു ആഹ്ലാദം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ആഹ്ലാദമാണ്. അത് ഡൽഹിയിലുണ്ട്. അതുപോലെ ഇന്ത്യ മുന്നണി ഒന്നും കൂടെ ഏകീകരിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇനിയും തിരഞ്ഞെടുപ്പുണ്ട്, അതായത് ഇലക്ഷനുണ്ട്. അതുപോലെ തീർച്ചയായിട്ടും പഞ്ചാബിലടക്കം BJPക്ക് തിരിച്ചടിയാണ്. BJPക്ക് നല്ല തിരിച്ചടി ഉണ്ടാവും. ഡൽഹിയിലടക്കം പലയിടത്തും BJPക്ക് ഈ ആം ആദ്മി പാർട്ടിയുടെ നേതാവിന് കിട്ടുന്ന ജാമ്യം എന്ന് പറയുന്നത് പോലും BJPക്ക് തിരിച്ചടിയാണ്. ഇന്ത്യ മുന്നണിയുടെ ഏകീകരണം ഒന്നും കൂടെ ശക്തിപ്പെടും കെജ്രിവാളിൻ്റെ ജാമ്യം എന്ന് പറയുന്നത്. ഇത് നരേന്ദ്രമോദി വരുത്തി വെച്ച വിനയാണ്. ഇത്ര വേഗത്തിൽ ഇലക്ഷന് തൊട്ട് മുമ്പ് ഈ വേഗത്തിൽ കെജ്രിവാളിനെ അകത്താക്കുന്നതും, ഇത്ര വേഗത കാണിച്ചതും, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ പുറത്ത് വരുന്ന അനുസരിച്ചാണെങ്കിൽ ഇതിനേക്കാളും വലിയ കള്ളന്മാർ BJPയിലോട്ട് പോയപ്പം കേസില്ല മിടുക്കന്മാരായ കഥകളൊക്കെ വെച്ച് നോക്കുമ്പം കെജ്രിവാളിനെ പണി കൊടുത്തതാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായ സ്ഥിതിക്ക് ഇത് BJPക്ക് ശക്തമായ തിരിച്ചടിയാകും എന്ന് 100% ഉറപ്പാണ്. കാരണം ഇനിയുള്ള കുറേ അധികം വോട്ടർമാർ ചിന്തിക്കും. ഇനിയാണ് കുറച്ചുകൂടെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് നീങ്ങേണ്ടത്. ഇനി നരേന്ദ്രമോദി എന്ത് വജ്രായുധങ്ങൾ എടുക്കുമെന്ന് അറിയാം. കെജ്രിവാളിന് കൊടുത്തേക്കുന്ന ജാമ്യത്തിൽ പറയുന്നുണ്ട്, കേസിനെക്കുറിച്ചൊന്നും പറയരുത് എന്ന് പറയുന്നുണ്ട്. രാഷ്ട്രീയം പറയാം. കെജ്രിവാൾ ഇറങ്ങട്ടെ, രാഷ്ട്രീയം പറയട്ടെ. നമുക്ക് കാത്തിരുന്ന് കാണാം BJPയുടെ വജ്രായുധങ്ങളും. നരേന്ദ്രമോദി എന്തായാലും
ഒരു പ്രധാനമന്ത്രി ലെവലിൽ നിന്ന് ലോക്കൽ ലെവലിലേക്ക് എന്നേ എത്തിക്കഴിഞ്ഞു. ഇനി അടുത്ത മോദിയുടെ നീക്കങ്ങൾ അറിയാം. ഇന്ത്യ മുന്നണിക്ക് എന്തെങ്കിലും സീറ്റാകാനും കൂടുകയാണെങ്കിൽ മോദി എന്ത് ചെയ്യുമെന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. ഇനി പെട്ടെന്ന് പിന്നെ പാകിസ്ഥാനിലൊക്കെ പിടിച്ചടക്കം പോലുള്ള പിടിച്ചടക്കൽ വല്ലതും ഉണ്ടാകുമോ എന്നൊരു കണ്ടറിയാം. കാരണം ആകെ വിരളി പിടിച്ചിരിക്കുന്നൊരു ബി ജെ പിയുടെ അവസ്ഥയെ, ബി ജെ പിയുടെ കാര്യങ്ങളെല്ലാം ചാനലുകളിലും ചർച്ച ചെയ്യുന്ന മിടുക്കന്മാരുണ്ടായിരുന്നു 400 സീറ്റുമൊക്കെ. പക്ഷെ ഇപ്പം മിടുക്കന്മാരെ നാവൊക്കെ അടങ്ങി തുടങ്ങിയിരിക്കുകയാണ്.